പലപ്പോഴും നമ്മൾ പൈസ സാമ്പത്തികമായിട്ടുള്ള കടം കൊടുത്ത ആളുകളിൽ അവസാനം വഴക്കും ഒറ്റപ്പാടും ബഹളവും ഇടിയിൽ കൊലപാതകത്തിൽ അവസാനിച്ച കേസുകൾ നമുക്കറിയാം. അതെങ്ങനെ ശരിയാവും? ഈശ്വരനെ സംബന്ധിച്ചിട്ട് ഒരാളെ സഹായിക്കുക എന്ന് പറയുന്നത് മാധവസേവയല്ലേ? അത് ഈശ്വരനെ സഹായിക്കുന്ന തുല്യമല്ലേ? അപ്പൊ പിന്നെ എന്തിനാണ് നമ്മൾ ഒരാളെ സഹായിച്ചതിന്റെ ഭാഗമായിട്ട് നമുക്ക് എന്തിനാ ബുദ്ധിമുട്ട് വന്നത്? ഈശ്വരൻ നിങ്ങളോട് ആരോടും സഹായിക്കാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് സഹായിക്കാം, അത് അർഹതയുള്ളവനും മാത്രമേ സഹായിക്കാൻ പാടുള്ളൂ. അർഹതയില്ലാത്തവനാണ് നിങ്ങൾ സഹായിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ സഹായമല്ല, ശരിക്കും നിങ്ങളെ ഉപദ്രവിക്കുക ചെയ്ത്. നിങ്ങളെ ദ്രോഹിച്ചു. ആ ദ്രോഹിച്ചതിന്റെ ഫലമായിട്ട് അവൻ നാളെ നിങ്ങൾ തിരിഞ്ഞു കൊത്തും. നിങ്ങളോട് ഒരു പക്ഷേ മോശമായിട്ട് സംസാരിക്കും, ചിലപ്പോൾ നിങ്ങളെ ഉപദ്രവിക്കും. നിങ്ങളുടെ കയ്യിൽ പണമുണ്ടെന്ന് കരുതി ആ രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങും. അതുകൊണ്ട് സഹായം എന്ന് പറയുന്നത് എന്താണെങ്കിലും അത് നിങ്ങൾ യോഗ്യതയുള്ളവരെ മാത്രം സഹായിക്കുക, അല്ലാത്തവരെ സഹായിക്കാനേ പോകരുത്. സത്യസന്ധമായിട്ട് ഒരു തെറ്റുകളും ചെയ്യാത്ത ഒരുപാട് മനുഷ്യരുണ്ട്. ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ അനുഭവിക്കുന്ന, കൂടോത്രങ്ങൾ അനുഭവിക്കുന്ന, നെഗറ്റീവ് സോൾ ഇഷ്യൂസ്, അങ്ങനെയുള്ള സോളുകൾ നമ്മൾ ചെയ്യുന്നത് ഭഗവാനോട് നമ്മൾ ചെയ്യുന്ന ഉദ്യമത്തിന്റെ ഭാഗമായിട്ടാണ്. നമുക്കത് ചെയ്തു കൊടുക്കാം. അതിന് പണം വാങ്ങിച്ചില്ലെങ്കിലും അത് മാധവസേവയായിട്ട് നമുക്ക് എടുക്കാം. മറ്റേത് അങ്ങനെയല്ല. നമ്മൾ ഓട്ടോ റൈറ്റിങ്ങിനെ കുറിച്ചാണ് ലാസ്റ്റ് വീഡിയോ ചെയ്തത്. അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് തന്നെ ഇപ്പോൾ ഒരു കാര്യം കൂടി കണക്റ്റഡ് ആണ്. ഈ സോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒത്തിരി പേര് ഇപ്പോൾ കൺസൾട്ടേഷൻ എടുക്കുന്നുണ്ട് സോളിൻ്റെ പ്രസൻസ് കിട്ടിയിട്ട്. അതായത് ഒരു സോളിനോട് സംസാരിച്ച് അവർക്ക് എന്താണ് നീഡ്, അല്ലെങ്കിൽ ഇപ്പോൾ അവർ ഏത് തലത്തിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ചില ഫാമിലിയിലൊക്കെ നോക്കുകയാണെങ്കിൽ അവരുടെ വേണ്ടപ്പെട്ടവർ, അതായത് മക്കൾ മരിച്ചിട്ടുണ്ടാവും, അതിൻ്റെ വേദന താങ്ങാൻ സാധിക്കാതെ ഏതവസ്ഥയിലാണ് എൻ്റെ കുഞ്ഞുള്ളത് എന്നറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ളവർ മരിക്കുമ്പോൾ ആ ഒരു അറിയാനുള്ളൊരു ത്വര, അതാണ് പലപ്പോഴും ഈ സോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാരിലേക്ക് എത്തിക്കുന്നത്. സത്യത്തിൽ ഈ സോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു പ്രോസസ്സ് തന്നെയാണ്. ഇപ്പോൾ ഒത്തിരി പേര് നമുക്കിടയിൽ തന്നെ കാണുന്നുണ്ട് ഇത്തരക്കാരെ. സോൾ കമ്മ്യൂണിക്കേഷൻ വളരെ ജെന്യൂനായ പ്രോസസ്സാണ്. നമ്മുടെ ചില കഴിവുകളോ ചില സിദ്ധികളോ ഉപയോഗിച്ച്, എനർജികളോ ഉപയോഗിച്ചിട്ട് നമുക്ക് സോളുകളെ കണക്ട് ചെയ്യാൻ നമുക്ക് പറ്റും. കാരണം ഇതെല്ലാം എനർജി ഫ്രീക്വൻസികളാണ്. കൂടിയ അളവിൽ നമുക്ക് എനർജി ഉപയോഗിച്ചിട്ട് അവരെ ധാരണ ചെയ്ത് അവരെ പ്രോസസ്സ് ചെയ്ത് നമുക്ക് അതിലോട്ട് കണക്ട് ചെയ്യാൻ പറ്റും. എൻ്റെ തുടക്ക കാലഘട്ടങ്ങളിൽ ഞാൻ സോൾ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. അതായത് എൻ്റെ അടുത്തോട്ട് വരുന്ന ആളുകൾക്ക് അവർക്ക് വേണ്ട കാര്യങ്ങളോട്ട് അവരുടെ സോളിനെ ഉപയോഗിച്ച് പുറത്ത് കടത്തി സോൾ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു ഞാൻ. പിന്നീട് അതിൻ്റെ ചില ബുദ്ധിമുട്ടുകൾ എനിക്ക് മനസ്സിലായി തുടങ്ങിയതിന് ശേഷം ഞാൻ സോൾ ട്രാവൽ അവസാനിപ്പിച്ചു. കാരണം വരുന്ന ആളുകൾ പ്രാപ്തരല്ല. വരുന്ന ആളുകൾക്ക് മാനസികമായിട്ടുള്ള സ്റ്റെബിലിറ്റി ഇല്ല. അവർ പറയും നമ്മുടെ അടുത്ത് പ്രോസസ്സ് തുടങ്ങി കഴിയുമ്പോൾ ഇവർക്ക് താങ്ങാൻ പറ്റില്ല, എനർജി വേരിയേഷൻ താങ്ങാൻ പറ്റില്ല. ഇവർ സഞ്ചരിക്കുന്നതിൻ്റെ വേഗത മറ്റു കാര്യങ്ങൾ ഇവർ ഡിപ്രഷനിലോട്ട് പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. സോൾ ട്രാവൽ ചെയ്യുന്നത് അധികം ആളുകളില്ല നമുക്കിവിടെ. രണ്ടാമത്തെ സോൾ കമ്മ്യൂണിക്കേഷൻ, അതിന് അവരുടെ സാന്നിധ്യം വേണ്ട, നമ്മൾ തന്നെ ഇരുന്ന് ചെയ്താൽ മതി. മനസ്സിലാക്കൂ, ഗായത്രി എൻ്റെ അടുത്തിട്ട് വരുന്നൊരു ക്ലയൻ്റ് ആണെന്ന് കരുതുക. ഗായത്രിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളുടെ സോളുമായിട്ട് ഞാൻ കണക്ട് ചെയ്യണമെന്നാണ് ഗായത്രി എൻ്റെ അടുത്ത് പറയുന്നത്. അതിന് ഞാനൊരു കാര്യം ചെയ്യണം, എൻ്റെ ശരീരത്തിന് പെർമിഷൻ കൊടുക്കണം. ഈ കമ്മ്യൂണിക്കേഷൻ സാധ്യമാവണമല്ലോ. അതായത് മറ്റെവിടെയോ ഇരിക്കുന്ന ഒരു സോളുമായിട്ട് ഞാൻ കണക്റ്റ് ആവണം. ഞാൻ എങ്ങനെയാണ് ഈ സോളുമായിട്ട് കണക്റ്റ് ആവുന്നത്? ഞാൻ ആദ്യം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ആ സോളിൻ്റെ എനർജിയിലോട്ട് കണക്റ്റ് ആവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സോള് തന്നെ ആവണമെന്ന് ഒരു നിർബന്ധമില്ല. അതൊരു നെഗറ്റീവ് സോൾ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ഞാൻ കണക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ആ സോളിൽ നിന്ന് വരുന്ന എനർജി ഫ്രീക്വൻസികളെ എൻ്റെ ബ്രെയിൻ കൺവെർട്ട് ചെയ്ത് ഡേറ്റയാക്കി മാറ്റി, പിക്ചറാക്കി മാറ്റി എനിക്ക് കാണിച്ചു തരും. അപ്പം ഞാൻ പറയും, ഓക്കെ, ഗായത്രിയുടെ ഇന്ന ആളായിരുന്നില്ല മരിച്ചത്, അത് ഇങ്ങനെ ആയിരുന്നില്ല മരിച്ചത്, ഇന്ന പ്രശ്നമായിരുന്നല്ലോ, ഇപ്പം ഇവിടെയാണ് ഇരിക്കുന്നത്, അവിടെയാണ് ഇരിക്കുന്നത്, ഇന്ന തലത്തിലാണ് ഇരിക്കുന്നത് ഉള്ള ഡേറ്റ എനിക്ക് ഗായത്രിക്ക് പറയാൻ പറ്റും. ശേഷം എന്തായിരിക്കും സംഭവിക്കുന്നത്? എനിക്ക് ഒന്നാമത്തെ കാര്യം, സോൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, ഇവരിലേക്ക് ഇപ്പൊ ഈ വന്നിരിക്കുന്ന പറയുന്ന ഇപ്പൊ ഏതെങ്കിലും ഇപ്പൊ പ്രായം ചെറിയ ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ പ്രായം ചെന്ന ആൾക്കാരാണെങ്കിലും ഈ സൗണ്ട് വരെ ഇമിറ്റേറ്റ് ചെയ്ത് സംസാരിക്കുന്ന രീതിയിലൊക്കെ കാണുന്നുണ്ടല്ലോ. സെയിം ഞാൻ പറയുന്ന ഈ സോളുകൾ നമ്മൾ കണക്ട് ആവും, നമ്മളിലോട്ട് കണക്ട് ആവും, നമ്മളോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സോളുകളുണ്ട്. അത് ആ സോള് തന്നെ ആവണമെന്ന് ഒരു നിർബന്ധമില്ല. വേറെ ഏതെങ്കിലും നെഗറ്റീവ് സോളുകളാവാം. നെഗറ്റീവ് സോളുകൾക്ക് ഈ പറയുന്ന ഇപ്പോൾ ഗായത്രിയുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ അച്ഛനാണ് മരിച്ചു പോയിരിക്കുക, എൻ്റെ അച്ഛൻ്റെ ശബ്ദം എടുക്കാനും എൻ്റെ അച്ഛൻ്റെ ഓർമ്മകൾ തരാനും എൻ്റെ അച്ഛൻ്റെ കഴിഞ്ഞു പോയ കാര്യങ്ങളും ഒരു നെഗറ്റീവ് സോളിന് ഗായത്രിക്ക് പറഞ്ഞത്, ഗായത്രി എനിക്കത് പറഞ്ഞത് ഞാനത് വിശ്വസിക്കും. ഇത് വലിയ സംഭവം ഇല്ലാന്ന് എൻ്റെ അകത്ത്. ഒരു നെഗറ്റീവ് സോൾ വിചാരിച്ചാൽ നടക്കാവുന്ന കാര്യങ്ങളുണ്ട് ഇതുണ്ട്. പക്ഷെ സംഭവിക്കുന്നത് എന്താണ്? ഏതൊരു മതഗ്രന്ഥങ്ങളും എടുത്തു നോക്കിക്കോളൂ, മരിച്ചുപോയ ആത്മാക്കളുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യാൻ പാടില്ല. എവിടെയാണ് പറയുന്നത് കണക്ട് ചെയ്യാൻ? എന്തുകൊണ്ടാണ് കണക്ട് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്? കണക്ട് ആവുന്നത് കൊണ്ടാണ് കണക്ട് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. വൺ ടൈം കണക്ട് ആയാൽ ആ കണക്ട് ആയ സോൾ ഏതാണെന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അത് തിരിച്ചറിയാനുള്ള ബോധം ഇവിടെ ആർക്കും ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ താല്പര്യങ്ങളും നമ്മുടെ ആ ഒരു കോൺഫിഡൻസ് വെച്ചിട്ടാണ് ഈ പ്രവർത്തികൾ ചെയ്യുന്നത്.
സോൾ കമ്മ്യൂണിക്കേഷൻ ഞാനും കുറേ നാൾ മുന്നേ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ സംഭവിക്കുന്ന കാര്യം വളരെ എൻ്റെ ഡിഫറൻറ്റ്, നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഈ ഫ്രീക്വൻസി എവിടെ നിന്നാണ് വരുന്നത്, ഇതെന്താണെന്ന്. ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിലിംഗ് ആയിട്ട് പോയപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത് ചെയ്യാൻ പാടില്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. തുടക്ക കാലഘട്ടങ്ങളിൽ ഞാനും ചെയ്തിട്ടുള്ള ആളാണ് ഈ സോൾ കമ്മ്യൂണിക്കേഷൻ. ഇപ്പോൾ ഇപ്പം എൻ്റെ അടുത്ത് ലാസ്റ്റ് ഒരു അമ്മ വന്നു സംസാരിച്ചു. അമ്മയ്ക്ക് ഭയങ്കര ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ ഭയങ്കര കണക്റ്റഡ് ആയിരുന്നു. ചില കപ്പിൾസ് തമ്മിൽ അങ്ങനെയാണല്ലോ, അവർ ആ കപ്പിൾസ് ആണെങ്കിലും അച്ഛനും അമ്മയും ബന്ധമായിരിക്കും, അവർ അല്ലെങ്കിൽ അമ്മയും മകനും തമ്മിലുള്ള ബന്ധമായിരിക്കും, ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധം വളരെ മനോഹരമായ ബന്ധമുള്ള അങ്ങനത്തെ ബന്ധങ്ങൾ. അങ്ങനെ ആ മകനും അമ്മയും അത്രയും അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു ഇമോഷൻ കീപ്പ് ചെയ്യുന്ന കപ്പിൾസിനോട് നിന്ന് ഒരാൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറ്റാൾ സിവിയർ ഡിപ്രഷനിലോട്ട് പോകും. അങ്ങനെ ഒരു അമ്മ എന്നെ കാണാൻ വേണ്ടി വരുന്നു. അമ്മ വീഡിയോ കോളായിരുന്നു സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അമ്മ പറയുന്നത് എനിക്ക് ആളായിട്ട് സംസാരിക്കണം. ഞാൻ പറഞ്ഞു അമ്മ പറ്റില്ല, കാരണം അമ്മ ഓക്കെ ആവും, മരണം കഴിഞ്ഞിട്ടുള്ളൂ, നമുക്കങ്ങനെ സംസാരിക്കാൻ പാടില്ല. കാരണം അമ്മ മെൻ്റലി ആയിട്ടൊരു സപ്പോർട്ട് എടുക്കാൻ വേണ്ടി എന്നെ വിളിച്ചതാണ്. സംസാരിക്കാൻ പാടില്ല, അല്ല അമ്മ എനിക്ക് സംസാരിക്കണം. ഞാൻ പറഞ്ഞു ശരി അമ്മ ഒരു കാര്യം ചെയ്യും, അമ്മ ഒന്ന് കണ്ണടച്ചിരിക്കും, അമ്മയ്ക്ക് വിധിയുണ്ടെങ്കിൽ അത് ആ സോളിന് താല്പര്യം ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് വരും, ഞാനിതിൽ ഒരു എഫേർട്ട് എടുക്കില്ല ഈ കാര്യത്തിൽ എന്ന് പറഞ്ഞു. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് സോൾ പ്രസൻസ് വരാൻ തുടങ്ങി അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണക്റ്റഡ് ആവേണ്ട സോളാണ്. നമ്മൾ ഫോഴ്സ് ചെയ്ത് വിളിക്കുന്നതല്ല അവിടെ, നമ്മൾ ഫോഴ്സ് ചെയ്തിട്ടോ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്തിട്ടോ ഒന്നുമല്ല. അമ്മയ്ക്ക് വരാൻ തുടങ്ങി, അമ്മയ്ക്ക് അനുഭവപ്പെട്ടു, അമ്മ ആ ഒരു എനർജിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കുറേ കാര്യം പറഞ്ഞപ്പോൾ അമ്മ വളരെയായിട്ട് ഫ്രീ ആയി. അത് എൻ്റെ കഴിവല്ല, അത് നമ്മളൊരു സ്പേസ് കൊടുക്കുന്ന സമയത്ത് അത് ഈശ്വരനായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ സ്പിരിച്വലായിട്ട് കണക്ട് ചെയ്യുന്ന ഒരുപാട് സോളുകളുണ്ട്. അതിലൊന്നാണ് നമ്മൾക്ക് ചില സമയത്ത് മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഗുരുക്കന്മാരുടെ സാന്നിധ്യം വരുന്നത്. സമാധിയായി പോയ ഗുരുക്കന്മാർ നമ്മുടെ അടുത്തോട്ട് വരും, മുല്ലപ്പൂവിൻ്റെ ഗന്ധം തരും, നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വരും. പിന്നെ പുണ്യാളന്മാർ, നമ്മുടെ ഈ ക്രിസ്ത്യാനിറ്റിയിൽ പുണ്യാളന്മാർ എന്ന് പറയുന്നത് മരിച്ചുപോയ ആത്മാക്കളാണ്, അവർ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വരും. ഏഞ്ചൽസ് തുടങ്ങിയിട്ട് വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വരേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് ഫോഴ്സ്ഫുള്ളി എടുക്കുന്ന നെഗറ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനെ പറ്റിയിട്ടാണ്. പോസിറ്റീവായ കമ്മ്യൂണിക്കേഷൻ നമുക്ക് തനിയെ വരും, അതിന് നമ്മളൊന്നും ചെയ്യേണ്ട, ഒരാളുടെ സഹായവും വേണ്ട. നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് കണ്ണുകളടയ്ക്കുക, നിങ്ങളുടെ നെറ്റിയുടെ മധ്യഭാഗത്തോട്ട് ഫോക്കസ് ചെയ്യുക, നിങ്ങളുടെ ഭഗവാൻ ആരാണോ ഈശ്വരനാരാണോ നന്നായി പ്രാർത്ഥിക്കുക. എനിക്ക് എന്തെങ്കിലും ചില ആളുകൾക്ക് ചോദ്യങ്ങളുണ്ടാവും, ഇവർ മരിച്ചു പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നുണ്ടാവും. ആ കമ്മ്യൂണിക്കേഷൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് തനിയെ ഉത്തരം കിട്ടും. അതിന് നിങ്ങൾ ഈ 10,000-20,000 രൂപയൊന്നും മുടക്കി ഒരു കൺസൾട്ടേഷൻ എടുക്കേണ്ട ആവശ്യമൊന്നും നിങ്ങൾക്കില്ല. ഇത് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. ഈ പല പോലീസ് ഉദ്യോഗസ്ഥരും കേസ് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലുള്ള സോൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നവരായിട്ട് ബന്ധപ്പെടാറുണ്ടല്ലോ. അപ്പം അതും നമുക്ക് ഒരു സഹായത്തിന് വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു മാർഗം സ്വീകരിക്കാൻ സാധിക്കുമോ? അതായത് മനസ്സിലാക്കൂ, എൻ്റെ ഗുരു ഉപദേശം എന്താണെന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം. മറ്റൊരാളെ സഹായിക്കാൻ, മറ്റൊരാളുടെ ജീവനെ നിലനിർത്താൻ ചെയ്യുന്ന കർമ്മം ഭഗവാനോടുള്ള കർമ്മമാണ്. അത് നിനക്ക് ചെയ്യാം. നിൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കോ മറ്റൊരു കാര്യങ്ങൾക്കോ നിൻ്റെ കഴിവുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് എൻ്റെ ഗുരു എനിക്ക് തന്നിരിക്കുന്ന ഉപദേശമാണ്. എൻ്റെ അർത്ഥം എന്താ? എൻ്റെ താല്പര്യങ്ങൾക്കോ എൻ്റെ ഇതുങ്ങൾക്കോ ഞാനത് ഉപയോഗിക്കാൻ പാടില്ല, മറ്റൊരാളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് ഞാൻ ഉപയോഗിക്കാൻ പാടില്ല. പക്ഷേ ഗായത്രി വന്നിട്ട് നാളെ ഒരിക്കലും എൻ്റെ അടുത്ത് പറയാം, ചേട്ടാ എനിക്ക് ഇന്നൊരു കമ്മ്യൂണിക്കേഷൻ നടത്തണം, എനിക്കത് ഭയങ്കര ആവശ്യമാണ്, എൻ്റെ ജീവനും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്ന് വളരെ ജെനുവിൻ ആണെങ്കിൽ ഒരുപക്ഷെ ഞാൻ ചെയ്യും. അതല്ല ഗായത്രി വേറെ ഫാൻറ്റസിയുടെ പുറത്താണ്, ഒന്ന് സംസാരിച്ചാൽ കൊള്ളാം, അതല്ലെങ്കിൽ ഒന്ന് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതില്ല. ഇനി അത് ഗായത്രി ഒന്ന് പറഞ്ഞാൽ മാത്രം പോരാ, എനിക്ക് അതിനുള്ള സന്ദേശം ലഭിക്കണം. ഓക്കെ, ഗായത്രിക്ക് അത് ചെയ്ത് കൊടുക്കാം. അത് ചെയ്ത് കൊടുക്കുമ്പോൾ സന്ദേശം ലഭിച്ചാൽ മാത്രമേ എനിക്ക് ഗായത്രി എനിക്ക് ചെയ്തു തരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് ആലോചിച്ച് നോക്കും. ഗായത്രി ഒരു 10,000-50,000 രൂപ കൊണ്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറയാം, ചേട്ടാ പൈസ 50,000 രൂപ എനിക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. ഞാൻ കുറച്ച് പൈസയ്ക്ക് അത്യാവശ്യമുള്ള ഒരാളാണെങ്കിൽ ഞാൻ ആ പൈസ വാങ്ങിച്ച് കമ്മ്യൂണിക്കേഷൻ ചെയ്യും. അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു. ഞാൻ യൂണിവേഴ്സൽ ലോയ്ക്ക് എതിരായിട്ട് നിന്ന് പ്രവർത്തിക്കുക എൻ്റെ കഴിവ് ഉപയോഗിച്ച്. അങ്ങനെ നിന്ന് പ്രവർത്തിച്ച് കഴിയുമ്പോൾ അത് ഗായത്രിയുടെ മാനസികാവസ്ഥയ്ക്ക് ഒരു ബുദ്ധിമുട്ട് വരികയോ വിളിച്ചു വരുത്തിയ സോള് തിരിച്ചു പോവാതെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഗായത്രിക്ക് വരുന്ന ശാപവും ബുദ്ധിമുട്ടും ഈ സോളിനുണ്ടാകുന്ന നെഗറ്റീവായ പ്രശ്നങ്ങളും കാരണം എല്ലാം ഞാൻ സഹിക്കണം. അടുത്ത നാൾ മുതൽ എൻ്റെ കഷ്ടകാലം തുടങ്ങും. പല സ്പിരിച്വൽ ഹീലേഴ്സിനെ നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ, ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടം വളരെ ദുരിതത്തിലായിരിക്കും. അവർക്ക് ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ പറ്റാത്ത ജീവിതത്തിൽ തകർന്ന് തരിപ്പിടമായി പോകുന്ന സ്പിരിച്വൽ ഹീലേഴ്സിനായിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത്. പലപ്പോഴും ഗുരുക്കന്മാരും ആ കാറ്റഗറി പെടും. കാരണം എന്താ, ആ സമയത്ത് ചെയ്യാൻ പാടില്ലാത്ത പണത്തിന് വേണ്ടിയിട്ടോ ഇമോഷൻ കൂടിയ ഇപ്പോൾ കരച്ചിലോ സങ്കടമൊക്കെ കണ്ടു കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ വീണ് പോകും. അത് ചെയ്തു കൊടുക്കാൻ പാടില്ല. പലപ്പോഴും എനിക്ക് പറ്റാറുണ്ട് ചില കേസുകളിൽ. അങ്ങനെ ചില കേസുകൾ നമ്മൾ സഹായിക്കാൻ പാടില്ല, കർമ്മമായിരിക്കും. ആലോചിച്ചു ഗായത്രി, അതെങ്ങനെയാണ് നമ്മൾ ഒരാൾ ജീവിതത്തിൽ ഏറ്റവും തകർന്ന ബുദ്ധിമുട്ട് അനുഭവിച്ചു വരുന്ന ഒരാളെ നമ്മൾ സഹായിക്കാൻ പാടില്ല എന്ന് നമുക്ക് സന്ദേശം ലഭിക്കുന്നത് എന്തുകൊണ്ടാണ്?
ഇപ്പൊ എന്തുകൊണ്ടായിരിക്കും? ഗായത്രി എൻ്റെ അടുത്ത് വരാം, ഗായത്രി പറയാം, ചേട്ടാ എനിക്ക് സാമ്പത്തികമായിട്ട് ഒരു വളർച്ചയില്ല, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, എന്നെ ഒന്ന് സഹായിക്കണം. ഒരു 30 സെക്കൻഡിനുള്ളിൽ സന്ദേശം വരും, സഹായിക്കണം വേണ്ടത്. സഹായിക്കണ്ട എന്നാണെങ്കിൽ സഹായിക്കാൻ പറ്റൂല. ചിലപ്പോൾ ഗായത്രിക്ക് എൻ്റെ അടുത്ത് ദേഷ്യമോ സങ്കടമോ വിഷമൊക്കെ തോന്നും, എന്തുകൊണ്ട് സഹായിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ്. ഗായത്രി സാമ്പത്തികപരമായ ബുദ്ധിമുട്ടിലിട്ട് പോവുകയോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ ചെയ്യുന്നത് ഗായത്രിയുടെ കർമ്മഫലമായിട്ട് ലഭിച്ചതാണ്. ഗായത്രി മറ്റൊരാളെ വേദനിപ്പിച്ച് ചതിച്ച് പറ്റിച്ചുണ്ടാക്കിയ പൈസയാണ്. അച്ഛനും അമ്മേനെയും നോക്കാതെ ഉണ്ടാക്കിയ ജീവിതമാണ്. ഒരാൾക്കും വാല്യൂ കൊടുക്കാതെ ഉണ്ടാക്കിയ സുഖ സൗകര്യങ്ങളാണ്. എങ്കിൽ ഗായത്രിയുടെ അവസാന കാലഘട്ടം അല്ലെങ്കിൽ ഒരു പകുതി പോർഷൻ കഴിഞ്ഞായിരിക്കും ഗായത്രിക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടാൻ തുടങ്ങും. ഗായത്രിയുടെ കയ്യിൽ നിന്ന് സാമ്പത്തികം നഷ്ടപ്പെടാൻ തുടങ്ങും, ബന്ധങ്ങൾ ശിഥിലമാവാൻ തുടങ്ങും, ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരാൻ തുടങ്ങും. ഇത് ഗായത്രിയുടെ തൊട്ട് മുന്നത്തെ പ്രവർത്തികൾ കൊണ്ട് ഗായത്രി ഉണ്ടാക്കിയെടുത്ത കാര്യമാണ്. ആ കാര്യത്തെ മാറ്റാൻ എനിക്കെന്താ അവകാശം? ഗായത്രി ഒന്ന് ചെയ്തിട്ടുണ്ടോ അതിന്റെ ഫലം ഗായത്രി അനുഭവിച്ചാൽ പറ്റും. അതിനെ നിങ്ങൾ ഒരു സ്പിരിച്വൽ ഹീലേഴ്സിന്റെ അടുത്തും പോകണ്ട, നിങ്ങൾ ഒരു ദൈവത്തിന്റെ അടുത്തും പോയി കുമ്പിടണ്ട, നിങ്ങളെ ഒരാളും ഒന്നും സഹായിക്കില്ല. അത് നിങ്ങളുടെ കർമ്മഫലമാണ്. ആ കർമ്മഫലം നിങ്ങൾ അനുഭവിച്ചേ പറ്റൂ. ഞാൻ ചെയ്താലും ഞാൻ അനുഭവിക്കണം, ഗായത്രി ചെയ്താലും ഗായത്രി അനുഭവിക്കണം, എൻ്റെ അച്ഛനമ്മയും ചെയ്താലും അവരനുഭവിക്കണം. എനിക്കിതിൽ ഇടപെടാനൊന്നുമില്ല. എനിക്ക് ഇടപെടാൻ പറ്റുന്ന കേസുകൾ വളരെ ജെന്യുവനായിട്ടുള്ള സത്യസന്ധമായിട്ട് ഒരു തെറ്റുകളും ചെയ്യാത്ത ഒരുപാട് മനുഷ്യരുണ്ട്. ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ അനുഭവിക്കുന്ന, കൂടോത്രങ്ങൾ അനുഭവിക്കുന്ന, നെഗറ്റീവ് സോൾ ഇഷ്യൂസ്, അങ്ങനെയുള്ള സോളുകൾ നമ്മൾ ചെയ്യുന്നത് ഭഗവാനോട് നമ്മൾ ചെയ്യുന്ന ഉദ്യമത്തിന്റെ ഭാഗമായിട്ടാണ്. നമുക്കത് ചെയ്തു കൊടുക്കാം. അതിന് പണം വാങ്ങിച്ചില്ലെങ്കിലും അത് മാധവ സേവയായിട്ട് നമുക്ക് എടുക്കാം. മറ്റേത് അങ്ങനെയല്ല. കർമ്മം നിങ്ങൾ അനുഭവിച്ചേ പറ്റൂ. ഇതുപോലെ തന്നെയാണ് ഗായത്രിയുടെ മുന്നിൽ വരുന്ന ഒരാളെ സഹായിക്കണം വേണ്ടെന്നുള്ളത്. ഈ ചിന്തയിലൂടെ മാത്രമേ ഗായത്രി ചെയ്യാൻ പാടുള്ളൂ. ഒരാൾ സാമ്പത്തികമായി ബുദ്ധിമുട്ട് വന്നിട്ട് ഗായത്രിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ ആ വ്യക്തിനെ സഹായിക്കാൻ കൊള്ളണമെങ്കിൽ മാത്രമേ സഹായിക്കാവൂ. ആ വ്യക്തിനെ സഹായിക്കാനേ പാടില്ല. കാരണം എന്താ? അത് ആ വ്യക്തിയുടെ കയ്യിരിപ്പ് കൊണ്ട് സംഭവിച്ചതാ, ആ വ്യക്തിയുടെ സ്വഭാവം കൊണ്ട് സംഭവിച്ചതാ, ആ വ്യക്തിയുടെ ശരീരത്തിലുള്ള ഊർജ്ജം കൊണ്ട് സംഭവിച്ചതാ. ഗായത്രി കടം കൊടുക്കും, ഗായത്രിയുടെ മുഴുവൻ ഊർജ്ജം പുള്ളി കൊണ്ടുപോകും. ഗായത്രി അടുത്ത നിമിഷം പോലും ബുദ്ധിമുട്ടിൽ അനുഭവപ്പെടാൻ തുടങ്ങും, അല്ലെങ്കിൽ മാനസികമായി ബുദ്ധിമുട്ടിട്ട് പോകും. എന്തുകൊണ്ടാണ്? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. പലപ്പോഴും നമ്മൾ പൈസ സാമ്പത്തികമായിട്ടുള്ള കടം കൊടുത്ത ആളുകളിൽ അവസാനം വഴക്കും ഒറ്റപ്പാടും ബഹളവും ഇടിയിൽ കൊലപാതകത്തിൽ അവസാനിച്ച കേസുകൾ നമുക്കറിയാം. അതെങ്ങനെ ശരിയാവും? ഈശ്വരനെ സംബന്ധിച്ചിട്ട് ഒരാളെ സഹായിക്കുക എന്ന് പറയുന്നത് മാധവ സേവയല്ലേ? അത് ഈശ്വരനെ സഹായിക്കുന്ന തുല്യമല്ലേ? അപ്പൊ പിന്നെന്തിനാണ് നമ്മൾ ഒരാളെ സഹായിച്ചതിന്റെ ഭാഗമായിട്ട് നമുക്ക് എന്തിനാ ബുദ്ധിമുട്ട് വന്നത്? ചില കേസുകളിൽ അങ്ങനെ കാണാറുണ്ട്. നമ്മൾ ചിലവർക്ക് സഹായം ചെയ്യും, പക്ഷെ അതിനുശേഷം അടുത്ത സെക്കൻഡ് 80% നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഇതുപോലെ തന്നെയാണ്. അതെ, ഈശ്വരൻ നിങ്ങളോട് ആരോടും സഹായിക്കാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് സഹായിക്കാം, അത് അർഹതയുള്ളവനും മാത്രമേ സഹായിക്കാൻ പാടുള്ളൂ. അർഹതയില്ലാത്തവനാണ് നിങ്ങൾ സഹായിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ സഹായമല്ല, ശരിക്കും നിങ്ങളെ ഉപദ്രവിക്കുക ചെയ്ത്. നിങ്ങളെ ദ്രോഹിച്ചു. ആ ദ്രോഹിച്ചതിന്റെ ഫലമായിട്ട് അവൻ നാളെ നിങ്ങൾ തിരിഞ്ഞു കൊത്തും, നിങ്ങളോട് ഒരു പക്ഷേ മോശമായിട്ട് സംസാരിക്കും, ചിലപ്പോൾ നിങ്ങളെ ഉപദ്രവിക്കും. നിങ്ങളുടെ കയ്യിൽ പണമുണ്ടെന്ന് കരുതി ആ രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങും. അതുകൊണ്ട് സഹായം എന്ന് പറയുന്നത് എന്താണെങ്കിലും അത് നിങ്ങൾ യോഗ്യതയുള്ളവരെ മാത്രം സഹായിക്കുക, അല്ലാത്തവരെ സഹായിക്കാനേ പോകരുത്. ഈ യോഗ്യതയുള്ളവരെ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റും? സാധാരണ മനുഷ്യർക്ക് അത് പോസിബിൾ അല്ലല്ലോ. നമ്മുടെയൊക്കെ ഹൃദയം എന്ന് പറയുന്നത് ഒരാള് അത്രയും വേവലാതിപ്പെട്ട് സങ്കടപ്പെടുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ചെയ്തു പോകും, അല്ലേ? സഹായിച്ച് രക്ഷപ്പെട്ട ഒരാളുടെ പേര് പറഞ്ഞു. ദൈവം വന്ന് രക്ഷപ്പെടുത്തണ്ടവരെ. ഗായത്രി ഭൂമിയിൽ ജനിച്ചിരിക്കുന്നത് മറ്റുള്ളവരെ സഹായിക്കാനല്ല. ഗായത്രിയോട് അങ്ങനെ ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ മറ്റുള്ളവരെ സഹായിക്കാനാണെന്ന്? അല്ല. ഗായത്രി ഭൂമിയിൽ ജനിച്ചിരിക്കുന്നത് ഗായത്രിക്ക് ഒരു കർമ്മമുണ്ട്. ഗായത്രി മോക്ഷത്തിലോട്ട് എത്തണം. ആ ജീവിച്ചു പോകുന്ന ചുറ്റുപാടിൽ ഗായത്രിക്ക് ഒരുപാട് കർമ്മബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങളെ സംരക്ഷിക്കണം. അതിൽ നിന്ന് വരുന്നതിൻ്റെ കർമ്മമാണ് ഈ പറഞ്ഞ മാധവസേവ എന്ന് പറയുന്നത്. മാധവസേവ മാത്രമല്ല, ഗായത്രിയുടെ കർമ്മം എന്താണെന്ന് ചിന്തിക്കണം. ഈ ഭൂമിയിൽ ഗായത്രി ജനിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് ആദ്യം മനസ്സിലാക്കണം. അപ്പം മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും, മറ്റുള്ളവരെ സഹായിക്കുന്നതല്ല നമ്മുടെ ജോലിയിൽ നിന്ന്. മറ്റുള്ളവർക്ക് എന്തുകൊണ്ട് നമ്മളെപ്പോലെ ആയിക്കൂടാ? മറ്റുള്ളവർ എന്തുകൊണ്ട് നന്നായിട്ട് പഠിച്ചുകൂടാ? മറ്റുള്ളവർക്ക് എന്തുകൊണ്ട് നന്നായിട്ട് ജോലി ചെയ്തുകൂടാ? മറ്റുള്ളവർക്ക് എന്തുകൊണ്ട് രാത്രിയും പകലും ഉറക്കൊളിച്ച് കഷ്ടപ്പെട്ടുകൂടാ? അവർക്ക് എന്തുകൊണ്ട് പൈസ കൂട്ടി വെച്ചുകൂടാ? അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി മാറി അവർക്ക് പുതിയ ജോലികൾ ചെയ്തുകൂടാ? ഒന്നിലധികം ജോലികൾ എന്തുകൊണ്ട് ചെയ്ത് അവർക്ക് പൈസ ഉണ്ടാക്കിക്കൂടാ? ഗായത്രിയുടെ അടുത്ത് സഹായം ചോദിച്ചു വരുന്നത് ഇതൊന്നും ചെയ്യാത്ത ആളുകളായിരിക്കും. അപ്പോൾ സുഖകരമായി ജീവിക്കാൻ വേണ്ടിയിട്ട് സഹായം ചോദിച്ചു വരുന്ന ആളുകൾ വേറെയാണ്, കഷ്ടപ്പാടിലൂടെ വരുന്ന ആളുകൾ വേറെ. കഷ്ടപ്പാടുള്ള ഒരുത്തൻ, ജീവിതത്തിൽ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുത്തൻ, അവൻ്റെ ആത്മാഭിമാനം ഗായത്രിയുടെ മുന്നിൽ കഴിഞ്ഞിട്ട് അനുവദിക്കില്ല. സംശയമുണ്ടോ? ഗായത്രി ഒരു പക്ഷേ ഈ പോയിന്റിലൂടെ കടന്നു പോയിട്ടുണ്ടാവും ജീവിതത്തിൽ. എപ്പോഴും ഏറ്റവും കഷ്ടപ്പെട്ട് ഏറ്റവും ബുദ്ധിമുട്ടാവുന്ന നിമിഷത്തിലും അവൻ്റെ അഭിമാനമായിരിക്കും നമ്മൾ പിടിച്ചു വയ്ക്കുന്നത്. അല്ലാതെ കണ്ടവൻ്റെ അടുത്ത് പോയിട്ട് സഹായം ചോദിച്ച് നടക്കുന്നമാർ പകുതി 90% ഊടായ്പാണ് ഗായത്രി. ഇത് നമ്മൾ ഉപയോഗിക്കുക. ഈ ഉപയോഗിക്കുന്ന കാറ്റഗറിയിൽ നമ്മുടെ വീട്ടുകാരുണ്ട്,
നമ്മുടെ ബന്ധുക്കാരുണ്ട്, നമ്മുടെ കൂട്ടുകാരുണ്ട്, നമുക്ക് വേണ്ടപ്പെട്ട ആളുകളുണ്ട് ഈ കാറ്റഗറിയിൽ. ഇവർ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. അവസാനം ഇവർ കറിയിൽ നിന്ന് കറിവേപ്പില എടുത്ത് കളയുന്നത് പോലെ നമ്മളെടുത്ത് വലിച്ചങ്ങ് വിൽക്കും. അന്ന് നമ്മൾ ചിന്തിക്കുന്നത് റിയാലിറ്റി. അപ്പം നമുക്ക് നല്ല പ്രായമായി കാണും. ആലോചിച്ച് നോക്കൂ. ഗായത്രി ഈ ഭൂമിയിൽ ജനിച്ചിരിക്കുന്നത് ഗായത്രിയുടെ ആത്മാവിന്, ഉള്ളിൽ ഈശ്വരൻ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിന് മോക്ഷം കൊടുക്കാനാണ്. അത് എനർജിയിൽ ഉയർത്തി സ്പിരിച്വൽ മേഖലയിലൂടെ കടന്നുപോയി ഈ കർമ്മം എല്ലാം കടന്നുപോയി മുന്നോട്ട് പോകാനാണ്. അല്ല മറ്റുള്ളവരെ സഹായിക്കേണ്ടത് ഗായത്രിയുടെ കടമയല്ല, അത് അവരവരുടെ കടമയാണ്. മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ കൂടെ ഉള്ളൊരു കൂട്ടുകാരനെ ഞാൻ സഹായിക്കല്ല വേണ്ടേ, അവനെ ഞാൻ സപ്പോർട്ട് ചെയ്യാണ് ചെയ്യേണ്ടത്. ഞാൻ സഹായിക്കാൻ നിന്നാൽ അവനെ മരണം വരെ ഞാൻ സഹായിക്കേണ്ടി വരും. അവന് സാമ്പത്തികമായി ബുദ്ധിമുട്ട് മാറ്റി കൊടുക്കുന്നതല്ല എൻ്റെ ജോലി. അവന് സാമ്പത്തികം ഏൺ ചെയ്യാനുള്ള വഴികൾ കണ്ടെത്തി കൊടുക്കുന്നവനാണ് യഥാർത്ഥ കൂട്ടുകാരൻ. ഞാൻ എത്ര നാളെ അവനെ സഹായിക്കും? ഇന്ന് സഹായിക്കും, നാളെ സഹായിക്കണ്ടേ, അടുത്ത മാസം സഹായിക്കണ്ടേ, എപ്പോഴും ഞാൻ സഹായിച്ചുകൊണ്ടിരിക്കണ്ടേ? അവനെ സഹായം തേടിക്കൊണ്ടിരിക്കില്ലേ? അവനെ സഹായം തേടേണ്ട ഒരു ഭിക്ഷക്കാരനെ പോലെ ആക്കേണ്ടതാണോ നമ്മൾ ചെയ്യേണ്ട കടമ? അല്ലല്ലോ. അവനെ നാളെ ഒരിക്കലും അതിൽ നിന്ന് മാറ്റിവിടേണ്ടല്ലോ നമ്മൾ ചെയ്യേണ്ട കടമ. അതിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മളിവിടെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഭിക്ഷക്കാരെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അതായത് നമ്മുടെ അടുത്ത് വന്ന് സഹായം ചോദിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ആനന്ദം ലഭിക്കുന്നു. ശ്രദ്ധിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? നമ്മളൊരു 100 രൂപ കടം കൊടുക്കുമ്പോൾ അപ്പോൾ അവൻ്റെ മുഖത്തിലും ഒരു ഭാവമുണ്ട്, സൂപ്പർ, ഭയങ്കര സംഭവമാണ്, നമ്മൾ ഞാനും വലിയ സംഭവമാണ്. ഈ അനുഭവം ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ശരിക്കും ചെയ്യും. നമ്മൾ ചെയ്യുന്ന എന്ത് വൃത്തികേടാണ് ശരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു തൊഴിലില്ലാത്ത ഒരുത്തനാണെങ്കിൽ അവനെ തൊഴിലിനെ കണ്ടെത്താനോ അല്ലെങ്കിൽ അവൻ്റെ പഠനമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഒരു 10 കൂട്ടുകാർ കൂടി ചേർന്നിട്ട് അവനൊരു വരുമാന മാർഗ്ഗം ഉണ്ടാക്കി കൊടുക്കല്ലേ അവിടെ ചെയ്യണ്ടേ? അപ്പോൾ ഇത്ര കാര്യങ്ങൾ ചെയ്യാതെ നമ്മൾ നമ്മുടെ അനുഭൂതിക്ക് വേണ്ടി മുന്നോട്ട് പോവാം. ഇത്രയേ ഉള്ളൂ. നമ്മളിവിടെ ജനിച്ചിരിക്കുന്നത് നമുക്കൊരു കർമ്മമുണ്ട്. ആ കർമ്മം ചെയ്യാനാണ്. അവർക്ക് വേണമെങ്കിൽ അവർ കൃത്യമായിട്ടുള്ള പ്രോസസ്സുകൾ ചെയ്ത് ഈശ്വര വിശ്വാസത്തിലൂടെ കടന്നുപോയി ആ കോൺഫിഡൻസിനെ ഉയർത്തി അവർ ജീവിതത്തിൽ രക്ഷപ്പെടണം. ഈ പാതയിലൂടെ കടന്നു പോകാൻ ബുദ്ധിമുട്ടുള്ള ആളുകളാണ് ഈ സഹായം ചോദിച്ചു വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? കഷ്ടപ്പാടാണ് സക്സസ് എന്ന് പറയുന്നത്. കഷ്ടപ്പാടിൻ്റെ ആകെ തുകയാണ്. ഭക്ഷണമില്ലായ്മ, ഒരു ഉടുക്കാൻ ഡ്രസ്സില്ലായ്മ, ബുദ്ധിമുട്ട്, സങ്കടം, വേദന, ചേർത്ത് നിർത്താൻ ആരുമില്ലായ്മ, ഇത്തരത്തിലൂടെ കടന്നു പോകുന്ന ആളുകൾ മാത്രമേ സക്സസ് ആവുള്ളൂ. ഇതിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് തോന്നും അയ്യോ പാവം, അതിലൂടെ കടന്നു പോവാല്ലേ. അവൻ അതിലൂടെ കടന്നു പോവണം ഗായത്രി, എങ്കിലേ അനുഭവങ്ങൾ ഉണ്ടാവുള്ളൂ. ആ അനുഭവങ്ങളിൽ എക്സ്പീരിയൻസ് ഉണ്ടാക്കുള്ളൂ. അതല്ലാതെ നമ്മൾ ഇവിടുന്ന് സെന്റിമെന്റ്സ് വാരി വിതറി ആ വ്യക്തിക്ക് എന്ത് കിട്ടാൻ? അവിടെ ഒന്നും കിട്ടാനില്ല. ഈശ്വരൻ നമുക്ക് ദുഃഖങ്ങളും സങ്കടങ്ങളും തരുന്നത് നമ്മൾ മുന്നോട്ട് കുതിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ്. അതിൽ നിന്ന് കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സങ്കടങ്ങളും ദുഃഖങ്ങളും നമുക്ക് നെഗറ്റീവ് അല്ല. സങ്കടങ്ങളും ദുഃഖങ്ങളും ഇല്ലായ്മകളുമാണ് ഏറ്റവും പോസിറ്റിവിറ്റി. കാരണം അതിനെ കണ്ടെത്താനും അതിനെ ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിർത്താനും നമ്മൾ ശ്രമിക്കും. അതെ.